കെ എം മാണിയുടെ മരണശേഷം കേരള കോൺഗ്രസ് എമ്മിൻ്റെ വർക്കിംഗ് പ്രസിഡന്റായിരുന്ന പി ജെ ജോസഫിനെ കെട്ടുകെട്ടിക്കാൻ ജോസ് കെ മാണി നടത്തിയ തറവേല അത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാതെയാണ് കോട്ടയത്തുള്ളവരും അതുപോലെ തന്നെ ഇടുക്കിയിലുള്ളവരും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ഒന്നടങ്കം ഇപ്പോൾ തറ പറ്റിച്ച് വിട്ടിരിക്കുന്നത്. തോമസ് ചാഴിക്കാടൻ ഉൾപ്പെടെയുള്ളവർ പരാജിതരാകുമ്പോഴും അദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുന്നത് തൻ്റെ പാർട്ടിയിൽ നിരവധിയായ മലയോര കർഷകർ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്നൊക്കെയാണ്. അത് പരിപൂർണമായും അല്ല എന്ന് തിരുത്തി കുറിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ റോഷി അടക്കമുള്ളവർ ജോസ് കെ മാണിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. റോഷി കൃത്യമായും 2 ചിഹ്നവും ഔദ്യോഗിക പദവിയുമെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ജോസ് കെ മാണിക്ക് ഒരുപക്ഷെ നിയമ പോരാട്ടം റോഷിക്കെതിരെ നടത്തേണ്ടി വരുന്ന സാഹചര്യമാണ്. അതിനെല്ലാ രീതിയിലും റോഷിക്ക് പരിപൂർണ സഹായം കൊടുക്കാൻ മോൻസ് ജോസഫും അതുപോലെ ഫ്രാൻസിസ് ജോർജുമൊക്കെ തയ്യാറാകുമ്പോൾ ജോസ് കെ മാണിക്ക് ഇനി എന്ത് എന്നുള്ള വലിയ ചോദ്യം ബാക്കി നിൽക്കുകയാണ്. 2019 ഉപതെരഞ്ഞെടുപ്പിലൂടെ മാണി സി കാപ്പൻ വിജയിച്ച് കയറിയ സാഹചര്യം അത് വിലയിരുത്തുമ്പോൾ തന്നെ കൃത്യമായും പാല എന്ന മണ്ഡലം തൻ്റെ കൈവെള്ളയിൽ നിന്നും തൻ്റെ കുടുംബാധിപത്യത്തിൻ്റെ ഭാഗമല്ല എന്ന് ജോസ് കെ മാണിക്ക് നന്നായി അറിയാം. എന്നിരുന്നാലും പാർട്ടിയെ നഷ്ടപ്പെടുത്താൻ കൂടി വയ്യ. അതാണ് ജോസ് കെ മാണിയുടെ അവസ്ഥ. കുടുംബപരമായി തലമുറകൾക്ക് കഴിയാനുള്ള സ്വത്തുക്കൾ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിലും പാർട്ടി കൈവിട്ടാൽ പിന്നെ എന്താണ് ഫലം? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം എന്ന ബൈബിൾ വചനത്തിന് തുല്യമാണ് ഇപ്പോൾ ജോസ് കെ മാണിയുടെ അവസ്ഥ. എല്ലാ സുഖസൗകര്യവുമുണ്ട്, പക്ഷേ മനഃശാന്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇല്ല. BJP-യിലേക്ക് പോകണമോ എന്ന് നാഴികയ്ക്ക് 40 വട്ടം ആലോചിക്കുമ്പോഴും അവിടെ ചെന്നാലും വലിയ രീതിയിൽ ഹൈപ്പ് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. മാത്രമല്ല ജോർജ് കുര്യനോ PC ജോർജിനോ ഒന്നും കാര്യമായി ജോസ് കെ മാണിയെ BJP-യിൽ അടുപ്പിക്കാൻ താല്പര്യവുമില്ല. PC ജോർജിന് കൃത്യമായി അറിയാം ജോസ് കെ മാണി തൻ്റെ മകനൊരു വെല്ലുവിളിയാകും. അതുകൊണ്ട് തന്നെ BJP-യിലേക്ക് എത്തിക്കാൻ അദ്ദേഹവും ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല ആൻ്റണിയുടെ മകൻ AK ആൻ്റണിയുടെ മകനായ അനിൽ K ആൻ്റണിക്കും അത്തരത്തിലാണ് താല്പര്യം. ജോസ് കെ മാണിയെ BJP-യിൽ എത്തിച്ചാൽ തൻ്റെയൊക്കെ പ്രാധാന്യം കുറയുമോ എന്ന ആശങ്കയുമുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ ജോസ് കെ മാണി ഇപ്പോൾ എയറിലാണ്. സ്വന്തം പാർട്ടി നഷ്ടപ്പെടാതിരിക്കാൻ നിയമ പോരാട്ടം നടത്തേണ്ട ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ്. റോഷി പറയുന്ന ഉപാധികളനുസരിച്ച് പാർട്ടിയിൽ അച്ചടക്കമുള്ള ഒരു സാധാരണക്കാരനായി നിൽക്കാൻ ജോസ് കെ മാണിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും PJ ജോസഫിനെ നാണം കെടുത്താൻ ശ്രമിച്ച ജോസ് കെ മാണിക്ക് കാലം റോഷിയിലൂടെ തിരിച്ചടി കൊടുക്കുന്നു എന്ന് കരുതിയാൽ പോലും കുഴപ്പമില്ല. ഇടുക്കി സീറ്റിൽ ഇനി ഒരു തവണ കൂടി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ ഉറപ്പായും തോക്കുമായിരുന്ന റോഷിക്ക് ഒരു മൃതസഞ്ജീവനിയാണ് UDF കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്.